ഈ വകുപ്പ് മാറ്റം എന്തുകൊണ്ടാണെന്നാണ് സ്റ്റെഫിൻ അത്തരത്തിൽ വിശദീകരണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാർലമെന്ററി കാര്യം എം പി രാജേഷിനും ദേവസ്വം വി എൻ വാസവനും നൽകുന്നുണ്ട്. ഇത് രണ്ടും രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വകുപ്പ് മാറ്റം? ഏതായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇനി പുറത്ത് വരണം. കാരണം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് SC/ST വകുപ്പ് കേളു കൈകാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ വി എൻ വാസവിന് ദേവസ്വം വകുപ്പ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും മറ്റു വകുപ്പുകൾ ഏതെങ്കിലും ഒരു പുനഃസംഘടന എന്ന രീതിയിൽ വകുപ്പ് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഏതായാലും പുറത്ത് വരണം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് SC/ST വകുപ്പ് OR കേളുവിന് നൽകും. അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യം എം പി രാജേഷിനും ദേവസ്വം വകുപ്പ് വി എൻ വാസവനും നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഈ വകുപ്പ് മാറ്റത്തിൽ ഒരു പ്രത്യേകിച്ചും ഒരു കാരണമായതെന്ന് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഏതായാലും പറയാനായില്ല. 2:30 CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഈ CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ 5 ദിവസമായി. അതിൽ ഒരു കടുത്ത വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറാകും. മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. CPM OR കേളു മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഇപ്പോൾ പട്ടികജാതി ക്ഷേമ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം VN വാസവനുമായി നൽകിയേക്കും എന്ന വിവരങ്ങൾ കൂടി കിട്ടുകയാണ്.